സ്വാമി ശർമ്മ. എല്ലാ അയ്യപ്പ ഭക്തർക്കും കേരള വനംവകുപ്പ് പെരിയാർ ടൈഗർ റിസർവിലേക്ക് സ്വാഗതം. പരമ്പരാഗത കാനനപാതയായ അഴുതക്കടവ് മുതൽ പമ്പ വരെ സഞ്ചരിക്കുന്ന എല്ലാ അയ്യപ്പ ഭക്തന്മാർക്കും ഇപ്രാവശ്യം വനംവകുപ്പ് കേരള പെരിയാർ ടൈഗർ റിസർവ് വെസ്റ്റ് ഡിവിഷൻ വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. അയ്യപ്പ ഭക്തരുടെ സുരക്ഷയ്ക്കായി 18 കിലോമീറ്ററോളം ദൈർഘ്യമുള്ള പെരിയാർ വന്യജീവി സങ്കേതത്തിനുള്ളിലൂടെയുള്ള പരമ്പരാഗത കാനനപാതയിലുടനീളം വന്യജീവി സാന്നിധ്യമില്ലെന്ന് ഉറപ്പുവരുത്തുന്നതിനായി എക്കോ ഗാർഡ്സ്, എലിഫന്റ് സ്ക്വാഡ്, വിദഗ്ധ പരിശീലനം ലഭിച്ച സ്നേക് കേച്ചർമാര്, സ്റ്റാഫുകൾ കാനനപാതയിലുടനീളം പട്രോളിംഗ് നടത്തി വരുന്നുണ്ട്. അയ്യപ്പ ഭക്തരുടെ സുരക്ഷയ്ക്കായി എല്ലാ വീടുകളിലും സോളാർ ഫെൻസിംഗ് സ്ഥാപിച്ചിട്ടുണ്ട്. കൂടാതെ വന്യജീവികളുടെ സാന്നിധ്യം മുൻകൂട്ടി അറിയുന്നതിനായി എല്ലാ താവളങ്ങളിലും ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കാനനപാതയിലുടനീളം അയ്യപ്പ ഭക്തർക്ക് വൈദ്യസഹായം നൽകുന്നതിനായി 4ഓളം എമർജൻസി മെഡിക്കൽ സെന്ററുകൾ, ഒരു ഹോസ്പിറ്റൽ ഫെസിലിറ്റി പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ വനംവകുപ്പിന്റെ സാപ്പ് EDCകളുടെ നേതൃത്വത്തിൽ എല്ലാ താവളങ്ങളിലും ഭക്ഷണം, ശൌചാലയം, വിരിവെക്കുന്നതിനുള്ള സൗകര്യം എന്നിവ ഏർപ്പെടുത്തിയത് കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം ശബരിമല, പമ്പ, പരമ്പരാഗത കാനനപാത എല്ലാ പ്രദേശങ്ങളും പൂർണ്ണമായി പ്ലാസ്റ്റിക് വിമുക്തമാക്കിയിട്ടുണ്ട്. യാതൊരു തരത്തിലുള്ള പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും കുപ്പികളും ഒന്നും തന്നെ കാനനപാതയിലൂടെ കൊണ്ടുപോകാൻ അനുവദിക്കുന്നതല്ല. ഈ തീർത്ഥാടന കാലത്തിൽ കാനനപാതയിലൂടെയുള്ള അത്രാവധ്യ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം പൂർണ്ണമായും ഒഴിവാക്കുകയും വനവും വന്യജീവി സമ്പത്തും സംരക്ഷിച്ചും വനംവകുപ്പിനോടൊപ്പം കൈകോർക്കുവാൻ ഓരോ അയ്യപ്പ ഭക്തരോടും അഭ്യർത്ഥിക്കുന്നു. നല്ലൊരു മണ്ഡലകാലം എല്ലാ അയ്യപ്പനും.